എവരിവൺ, ഇന്ന് നമ്മൾ പോകുന്നത് ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്കാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു പെർപ്പസ് ഉണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെർപ്പസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. സോ വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് മലേഷ്യൻ വ്ളോഗ്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, ഒരു അച്ഛനും മോളുണ്ട്. അപ്പോൾ അവർ പോപ്കോൺ കഴിക്കുമ്പോൾ അവരുടെ താഴേക്ക് വീണു. അപ്പോൾ നിലത്ത് മൊത്തം പോപ്കോണും വീഴും. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യും, നമ്മുടെ നാട്ടിൽ അത് മൈൻഡ് ചെയ്യാതെ തന്നെ പോവുക. പക്ഷേ ഇവരത് എല്ലാതും പെറുക്കി എടുത്തിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും നമ്മളിതാ ഗെൻഡിങ് ഹൈലാൻഡ്സിലാണ്. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ ന്യൂൺ കഴിക്കുന്നത്. ന്യൂൺ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 മണിയോ 5 മണിയോ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ എത്ര ലേറ്റായി ഫുഡ് കഴിച്ചാലും നമുക്ക് അത്ര വിശക്കാത്തൊരു സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് വിശപ്പൊന്നും വരില്ല. അപ്പോൾ ലഞ്ചൊക്കെ എപ്പോൾ കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല. ആൻഡ് നമുക്ക് ഇവിടെ എന്തിനാണ് നമ്മൾ വന്നതിൻ്റെ പർപ്പസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മലേഷ്യ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് മോസ്റ്റ് ഞങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റിൽപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു കേബിൾ കാറിൽ കയറണമെന്ന്. ആൻഡ് നമ്മളിത് ആ ഗെൻഡിങ് ഹൈലാൻഡ്സിൽ നമ്മൾ കേബിൾ കാറിലാണ് കയറാൻ വന്നിട്ടുള്ളത്. സോ അതിനായിട്ട് നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് തന്നെ സ്വയം എടുക്കാവുന്നതാണ്. ആൻഡ് നമ്മളിത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും. നമ്മുടെ കേബിൾ കാറിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഒരു അടിപൊളി വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമുക്കിതാ ഇവിടെ താഴെ നമ്മുടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഗെൻഡിങ് സ്കൈ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ആൻഡ് അങ്ങനെയുള്ള കുറേ വ്യൂസ് നമുക്ക് ഈ ഒരു കേബിൾ കാറിൽ നിന്നാൽ തന്നെ വിസിബിളാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് സ്കൈ അവന്യൂ മാളിലാണ് കേട്ടോ. ഗെൻഡിങ് സ്കൈ അവന്യൂ മാളിലാണ്. സോ നമ്മൾ കുറേ കേബിൾ കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ കേബിൾ കാറിൽ അങ്ങോട്ട് പോവുക. ആൻഡ് ഈ മാളത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് നോക്കാം.
മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റിലാണ്. പിന്നെ പപ്പയുണ്ട്, റോസ്റ്റിയുണ്ട് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കി നമ്മളെന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ മാളിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഒരു ഡൈനോസർ പാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ സോംബി എക്സ്പീരിയൻസ് ഇല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു ഡൈനോസർ പാർക്കിങ്ങൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫീ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ നമ്മുടെ ബാസിൽ ബ്രോ നമുക്ക് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് പിന്നെ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കില്ലേ, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ സ്ട്രോബെറി ന്യൂട്ടെല്ല ഇട്ട് കഴിക്കാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ, എന്താണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് കഴിച്ചു. ഞാൻ ആദ്യം കണ്ടു വെച്ചൊരു സംഭവമാണ്. റോഷ്നിക്ക് ഇഷ്ടമല്ല, റോഷ്നി എന്നല്ല എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ റോഷ്നി അതാ കുറേ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ തിരിച്ച് കേബിൾ കാറിൽ ഗെന്നിങ് ഹൈലൈൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പ്ലേസ് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ. ഇനി അടിപൊളി പ്ലേസുകൾ വരാൻ കിടക്കുകയാണ്. സോ വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് ബൈ ബൈ, സബ്സ്ക്രൈബ്.